السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين، أما بعد. اللهم صل على سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. قال الله سبحانه وتعالى في القرآن المجيد: وما كان الله ليعذبهم وأنت فيهم وما كان الله معذبهم وهم يستغفرون. ഈ വേദി നിയന്ത്രിക്കുന്ന അധ്യക്ഷ ശ്രേഷ്ഠരെ, ഈ മഹനീയ സംഗമത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ബഹുമാനപ്പെട്ട മലപ്പുറം ജില്ലാ ജംഇയ്യത്തുൽ മുഅല്ലിമീൻ വൈസ് പ്രസിഡന്റും ബഹുമാനപ്പെട്ട റഷീദിയ അറബിക് കോളേജിലെ ഉസ്താദും ഈ വിനീതൻ്റെ കൂടെ അല്ലെങ്കിൽ തങ്ങളുടെ കൂടെ ഇരുവരും ഒന്നിച്ച് ഇവിടെ സന്നിഹിതരാകാൻ അവസരം കിട്ടിയ ബഹുമാനപ്പെട്ട BSK തങ്ങൾ, ബഹുമാനപ്പെട്ട സുന്നി ബാലവേദി മുതൽ SKSSFൻ്റെ തുടക്കം മുതൽ ഈ നിമിഷം വരെ ഊർജ്ജസ്വലതയുടെ പ്രതീകമായി പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട അബ്ദുറസാഖ് ബുസ്താനി, ഈ മഹനീയ സദസ്സിൽ സന്നിഹിതരായിട്ടുള്ള ബഹുമാനപ്പെട്ട സമസ്തയുടെയും പോഷക സംഘടനകളുടെയും കർമ്മോത്സുകരായ പ്രവർത്തകരെ, നേതാക്കളെ, സാരഥികളെ, സഹോദരങ്ങളെ, വിവിധ നാടുകളിൽ നിന്നും ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന വാത്സല്യനിധികളും സ്നേഹനിധികളുമായ ശ്രോതാക്കളെ, മുത്തുമുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭൂജാതരായ മാസത്തിലാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് ഒരടി മുന്നോട്ട് നീങ്ങാൻ കഴിയുകയില്ല. പള്ളിയിൽ നിന്നും ബാങ്കുലി മുഴങ്ങുമ്പോൾ അവിടെ ഉച്ചരിക്കുന്ന നാമം, ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഉച്ചരിക്കുന്ന നാമം അഹദിൻ്റെ കൂടെ അഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശബ്ദമാണ്. മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പറയാതെ ബാങ്കാവുകയില്ല. നാം നിസ്കരിച്ചില്ലേ? ഇനിയും നിസ്കരിക്കുന്നില്ലേ? നിസ്കരിക്കേണ്ടവരല്ലേ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പറയാതെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലാതെ നമ്മുടെ നിസ്കാരം സ്വഹീഹാകുന്നതല്ല. ഇന്ന് ജുമുഅക്ക് പോയില്ലേ? എല്ലാ വെള്ളിയാഴ്ചകളിലും നാം പോകൂലേ? ഖതീബ് 2 ഖുതുബയിലും ഉച്ചത്തിൽ പറയുന്ന നാമം ആരുടെ പേരാണ്? മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരാണ്. ആ പേരും സ്വലാത്തും ചൊല്ലാതെ 2 ഖുതുബയും സ്വഹീഹാകുന്നതേ അല്ല. നാം മയ്യത്ത് നിസ്കരിച്ചിട്ടില്ലേ? നാം നിസ്കരിക്കുന്നില്ലേ? ചില ആളുകളുടെ മയ്യത്ത് നിസ്കരിക്കുമ്പോൾ നമുക്ക് വിങ്ങലുകളുണ്ടായില്ലേ? ഈ മിനാ ദുരന്തത്തിൽ അകപ്പെട്ട ആളുകളെ SKSSFൻ്റെ വളണ്ടിയർമാർ, വിഖായയുടെ വളണ്ടിയർമാർ, അവർ വളരെയധികം ആവേശപൂർവം അവിടെയുള്ള മയ്യത്തുകൾ പരിപാലിക്കാനും സ്വീകരിക്കാനും കൊണ്ടുപോകാനും മുന്നോട്ട് വന്നില്ലേ? നമ്മുടെ പൂർവിക സൂരികളുടെ മേൽ മയ്യത്ത് നിസ്കരിച്ചില്ലേ? മുഅല്ലിം സമ്മേളനം നടക്കുമ്പോൾ കോഴിക്കോട് കടപ്പുറത്ത് വെച്ചിട്ട് മൗലാന മാനു മുസ്ലിയാരുടെ ജനാസ നാം നിസ്കരിച്ചില്ലേ? സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെയും ഉമർ അലി ശിഹാബ് തങ്ങളുടെയും നാട്ടിക ഉസ്താദിന്റെയും നമ്മുടെ പൂർവിക സൂരികളായ മഹാന്മാരുടെയും മയ്യത്ത് നിസ്കരിക്കുമ്പോൾ നമ്മുടെ കണ്ണുനീർ കണങ്ങൾ സ്വന്തം ഉമ്മയും ഉപ്പയും മരിച്ചതിനേക്കാൾ ഏറ്റവും കൂടുതൽ ദുഃഖത്തോടുകൂടെ ഘനീഭവിക്കുന്നതോടുകൂടെ ഗദ്ഗദം വന്നില്ലേ? ആ ഗദ്ഗദത്തിലും ഒന്നാമത്തെ തക്ബീറിന് ശേഷം ഫാത്തിഹ ഓതിയിട്ട് 2ാം തക്ബീർ കഴിഞ്ഞിട്ട് നാം ഉരുവിടുന്നത് ആരുടെ പേരാണ്? ആരുടെ പേരിലുള്ള സ്വലാത്താണ്?
മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലുള്ള സ്വലാത്താണ്, ആ നാമം ഉച്ചരിക്കലാണ്. തീർന്നോ? തീർന്നില്ല. എല്ലാവരും നമ്മെ ഖബറടക്കി മിൻഹാ ഖലഖനാക്കും വഫീഹാ നുഈദുക്കും വമിൻഹാ നുഖ്രിജുക്കും താറത്തൻ നുഖ്റ എന്ന് പറഞ്ഞിട്ട് 3 പിടി മണ്ണ് വാരിയിട്ടിട്ട് നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ ബന്നോമനപുത്രന്മാർ എല്ലാവരും പിരിഞ്ഞു പോകുമ്പോൾ, ഏകാഗിയായി 6 അടി മണ്ണിൽ കിടക്കുമ്പോൾ മുങ്കർ നക്കീർ അലൈഹിമസ്സലാം വന്നിട്ട് നമ്മോട് ചോദിക്കുന്നത് മർ റബ്ബുക, റബ്ബി അല്ലാഹ്, ഉത്തരം പറയാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. വമാ ദീനുക, ദീനിയൽ ഇസ്ലാം, എൻ്റെ മതം ദീനാണ്. പിന്നീട് മദീന മുനവ്വറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടുവന്നിട്ട് ചോദിക്കുന്നത് മാ ഹാദർ റജുലുൽ ലദീ ബഉസ ഫീക്കും, നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട ഇദ്ദേഹം ആരാണ് എന്ന് ചോദിക്കൂലേ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഖിയാമത്ത് നാളിൽ മഹ്ശറയിലേക്ക് ഒരുമിച്ച് കൂടുമ്പോഴും എല്ലാവരും നഫ്സി നഫ്സി എന്ന് പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അപ്പോഴും ഈ ഉമ്മത്തിന്റെ കാര്യം പറഞ്ഞിട്ട് ഉമ്മത്തിയ ഉമ്മത്തി എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേണ്ടി അന്വേഷണം നടത്തുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയല്ലേ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന സമയത്ത് അലി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഞാൻ കേട്ടത് ഖഫിയത ഉമ്മത്തി, ഖഫിയത ഉമ്മത്തി, എൻ്റെ സമുദായത്തിൻ്റെ റൂഹ് പിടിക്കുമ്പോൾ അവരുടെ വേദന നീ ലഘുവാക്കേണമേ എന്ന് റൂഹ് തൊണ്ടക്കുഴിയിൽ വെച്ചിട്ട് പിടിക്കുന്ന സമയത്തും ഉമ്മത്തെ നമ്മെ ഓർത്ത മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നാം ഇഷ്ക് വെക്കേണ്ടേ? ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം വരെയുള്ള പ്രവാചകന്മാർക്ക് നുബുവത്ത് നൽകുമ്പോൾ രാജാതിരാജനായ റബ്ബുൽ ഇസ്സത്ത് നൽകുന്ന ഒരു ഉടമ്പടി സൂറത്ത് ആലു ഇംറാനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അറിയിച്ചിട്ടുണ്ട്. നുബുവത്ത് നൽകണമോ, പ്രവാചകരാകണമോ എങ്കിൽ ഒരു കരാറിൽ ഒപ്പിടണം, ഒരു കരാറ് അംഗീകരിക്കണം. എന്താണ് ആ കരാറ്? വഇദ് അഖദല്ലാഹു മീസാഖൻ നബിയ്യീൻ, പ്രവാചകന്മാരിൽ നിന്നും അല്ലാഹു വാങ്ങിയ ഉടമ്പടിയെക്കുറിച്ച് അങ്ങ് ഒന്ന് ഓർമ്മിക്കണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, നിങ്ങൾ ഓർമ്മിക്കണം, ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ആരാണ്? ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. എന്താണ് പ്രവാചകന്മാരുമായിട്ടുള്ള ഉടമ്പടി? ലമാ ആതൈതുകും മിൻ കിതാബിൻ വഹിക്മ, നിങ്ങൾക്ക് നാം ഇതാ കിതാബ് നൽകിയിരിക്കുന്നു, വഹിക്മ, വിജ്ഞാനവും നൽകിയിരിക്കുന്നു. സുമ്മ ജാഅക്കും റസൂലുൻ മുസദ്ദിഖുൽ ലിമാ മഅക്കും, നിങ്ങൾക്ക് ഞാൻ കിതാബും വിജ്ഞാനവും നൽകിയതിനു പുറമെ ഒരു പ്രവാചകൻ നിങ്ങൾക്ക് ശേഷം വന്നാൽ, മുസദ്ദിഖുൽ ലിമാ മഅക്കും, നിങ്ങളോടുകൂടെയുള്ളതിനെ സത്യമാണെന്ന് പ്രസ്താവിക്കുന്ന ഒരു പ്രവാചകർ നിങ്ങൾക്ക് ശേഷം വന്നാൽ, ലതുഉമിനുന്ന ബിഹി വല തൻസുറുന്ന. ഞങ്ങളൊക്കെ ദർസിൽ പഠിച്ചിട്ടുണ്ട്, തഅ്കീദിന്റെ സഖീലാന്റെ നൂന് പ്രവേശിച്ചാൽ അവിടെ അർത്ഥത്തിന് വ്യത്യാസമുണ്ട്. തീർച്ചയായും എന്ന അർത്ഥം അതിനുണ്ട്. തീർച്ചയായും നിങ്ങൾ അദ്ദേഹത്തെ വിശ്വസിക്കുക, നിങ്ങൾ അദ്ദേഹത്തെ സഹായിക്കുകയും ചെയ്യുക. അതാണ് കരാറ്. ആ പ്രവാചകനെ വിശ്വസിക്കണം, ആ പ്രവാചകനെ നിങ്ങൾ അംഗീകരിക്കണം. ഖാല, തമ്പുരാൻ വീണ്ടും അവരോട് ചോദിക്കുന്നു, അഅഖറർതും വഅഖൽതും അലാ ദാലികും മിസ്രി, നിങ്ങൾ അംഗീകരിച്ചുവോ, നിങ്ങൾ സ്വീകരിച്ചുവോ? നിങ്ങൾക്ക് ശേഷം ഒരു പ്രവാചകൻ വന്നാൽ അദ്ദേഹത്തെ വിശ്വസിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന എൻ്റെ കരാറിനെ നിങ്ങൾ അംഗീകരിച്ചോ? ഖാലൂ അഖറർന, എല്ലാ പ്രവാചകന്മാരും പറയും അഖറർന, ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു. എങ്കിൽ മാത്രമേ ഒരു പ്രവാചകനും നുബുവത്തൻ കൊടുക്കുള്ളൂ. അതാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റു പ്രവാചകന്മാരെ പേരുകൊണ്ട് വിളിച്ചപ്പോൾ യാ മൂസ, യാ ഈസ, യാ ഇദ്രീസ്, യാ യഹ്യ എന്ന് വിളിച്ചപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിക്കുന്നത്
യാ അയ്യുഹൻ നബിയ്യു യാ അയ്യുഹർ റസൂലു യാ അയ്യുഹൽ മുസമ്മിൽ. നബിയായിട്ടുള്ളവരെ, റസൂലായിട്ടുള്ളവരെ, പുതപ്പെട്ട് മൂടിക്കിടക്കുന്ന മാന്യദേഹമേ. എന്തൊരു ആദരവ്! വിശുദ്ധ മദീനയിലേക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോയി. മദീനയിൽ ചെന്ന സമയത്ത് അള്ളാഹുവിൻ്റെ കൽപ്പന ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് ഖിബലയാക്കി നിസ്കരിക്കാൻ വേണ്ടിയായിരുന്നു. മക്കയിൽ കഅബയിലേക്ക് തിരിഞ്ഞു നിന്ന് നിസ്കരിച്ച മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മദീനയിൽ എത്തിയപ്പോൾ ബൈത്തുൽ മുഖദ്ദസിലേക്ക് നിലവിലുള്ള സംവിധാനത്തിൽ നിന്നും വ്യത്യസ്തമായി നേരെ ഓപ്പോസിറ്റിലേക്ക് തിരിഞ്ഞു നിന്ന് നിസ്കരിക്കേണ്ട ഒരു കൽപ്പന വന്നപ്പോൾ മാനസികമായി ബുദ്ധിമുട്ടുണ്ടായി. ആ ബുദ്ധിമുട്ട് എങ്ങനെ പ്രകടിപ്പിക്കും? അള്ളാഹുവിനോട് എങ്ങനെ പറയും? അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് എതിരെ എങ്ങനെ പ്രവർത്തിക്കും? ഇല്ല, ഉള്ളിൻ്റെ ഉള്ളിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിൽ കഅബയിലേക്ക് ഖിബല മാറ്റം കിട്ടിയെങ്കിൽ എന്ന ആഗ്രഹമുണ്ടായിരുന്നു. 18 മാസത്തോളം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് നിസ്കരിച്ചു. ഒരു സഹാബി വനിതയുടെ രോഗം കണ്ട് മടങ്ങി വരവേ ളുഹർ നിസ്കാരത്തിന് സമയമായി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ളുഹർ നിസ്കരിക്കുന്നു, കൂടെ അനുചരനുമുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 2 റക്അത്ത് നിസ്കരിച്ചു. 3-ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റപ്പോൾ ആയത്തിറങ്ങി. എന്താണ് ആയത്ത്? ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ, തങ്ങളുടെ മുഖത്തെ അങ്ങ് തിരിക്കുന്നത് നാം കാണുന്നുണ്ട്. ഖിബല മാറ്റം വന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരു സന്ദേശത്തെ കാത്തിരിക്കുന്നത് നാം കാണുന്നുണ്ട്. ഫലനുവല്ലിയന്നക ഖിബലതൻ തർലാഹ, തീർച്ചയായിട്ടും നിങ്ങൾ ഇഷ്ടപ്പെട്ട ഖിബലയിലേക്ക് നിങ്ങളെ നാം തിരിക്കുന്നതാണ്. ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം, മസ്ജിദുൽ ഹറാമിൽക്ക് തിരിയ വേണ്ട, ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിയേണ്ട. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഖിബലയിലേക്ക് തന്നെ നിങ്ങളെ നാം തിരിക്കുക. എവിടെ വെച്ചാണെങ്കിലും നിങ്ങൾ മദീനയിൽ മാത്രം ബാധകമല്ല, നിങ്ങൾ എവിടെ വെച്ചാണെങ്കിലും നിങ്ങൾ തിരിയേണ്ടത് മക്കയിലേക്കാണ്, മസ്ജിദുൽ ഹറാമിലേക്കാണ്. തൻ്റെ അടിമക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ തീരുമാനം മാറ്റി. ആർക്ക് വേണ്ടി? അടിമക്ക് വേണ്ടി മാറ്റി. ഇദ്ദേഹം സാധാരണ മനുഷ്യനാണോ? ഇദ്ദേഹം എന്ന് പറയരുത്, മുത്തുനബി പുണ്യനബി ഇദ്ദേഹം എന്ന് പറയരുത്, അദ്ദേഹം എന്ന് പറയരുത്. മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ സാധാരണ മനുഷ്യനാണോ? അല്ല. അല്ല ബഹുമാനിച്ചിട്ടുണ്ട്, എല്ലാവരും ബഹുമാനിച്ചിട്ടുണ്ട്. നോക്കൂ, നിങ്ങൾക്കറിയില്ലേ, 100 ലോകത്തെ അത്ഭുതപ്പെടുത്തിയ, ലോകത്ത് അത്ഭുതം സൃഷ്ടിച്ച 100 ആളുകളുടെ ചരിത്രം എഴുതിയ മൈക്കൽ എച്ച് ഹാർട്ടിൻ്റെ ഒരു പുസ്തകം എനിക്ക് കിട്ടി. എൻ്റെ തൊട്ടനാട്ടുകാരൻ മണലായ സ്വദേശി ഷംസു സാഹിബ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ഇംഗ്ലീഷിലുള്ള പുസ്തകം അദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ട്. ഞാനതൊന്ന് നോക്കി. ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ അഗ്നിച്ചിറകുകൾ എന്ന പുസ്തകവുമുണ്ട്. ആ പുസ്തകം ഞാൻ കണ്ടു, അത് വാങ്ങി, അത് നോക്കി. ഇംഗ്ലീഷ് പുസ്തകവും കണ്ടു. എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല, കുറച്ചൊക്കെ ഒപ്പിച്ച് അറിയും എന്നല്ലാതെ അന്ന് അത്ര പഠിക്കാനുള്ള താല്പര്യവും ഉണ്ടായിരുന്നില്ല. ഹിന്ദിയും അറിയില്ല, ഇംഗ്ലീഷും അറിയില്ല. ക്യാ കർത്താഹ് എന്ന് ചോദിച്ച സമയത്ത് ഇതൊരു വെളുത്ത ആള് എന്ന് ഞാൻ പറഞ്ഞ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അറിയാത്തോണ്ടാണ്. ക്യാ ചാഹിയെ എന്ന് പറയുമ്പോൾ, ക്യാ ചായ എന്ന് ചോദിച്ചപ്പോൾ ചായ വേണ്ട എന്ന് പറഞ്ഞ ഒരു സംഗതി ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഇത് ഇവിടുന്ന് പറയില്ല, ഇതിന്റെ മുമ്പെന്ന് പറഞ്ഞാൽ ലോകം കേൾക്കും. ഞാൻ മാറി നിന്ന് പറയാ. ഇപ്പോ മക്കത്ത് വന്ന സമയത്ത് ഇപ്പോൾ BSK തങ്ങൾ വലിയ സാധനം എടുത്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഞാനാ പിടിക്കണത് കാരണം അഹ്ലുബൈത്താണല്ലോ.
അത് നല്ല ലഗേജ് ഉണ്ട്. തങ്ങൾ പാപ്പാക്ക് ഒരു യാത്ര ചെയ്യുമ്പോൾ വലിയ ഹജ്ജ് ഗ്രൂപ്പിൻ്റെ ബാഗ് അടുത്തുള്ളത്. അപ്പോൾ നിങ്ങൾ ബുദ്ധിമുട്ടുണ്ടാക്കരുത് കേട്ടോ. അപ്പോൾ ഒരു പാകിസ്ഥാനിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു സാമാൻ കർണ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അത് ഇജ്ജ് പിടിച്ചല്ല, എനിക്ക് അത്ര ഇംഗ്ലീഷ് അറിയുള്ളൂ, എനിക്കത് അങ്ങനെയുള്ള ഒന്നും ഉണ്ടായിട്ടില്ല. ഇതിപ്പോൾ ലോകം കേൾക്കുമല്ലോ, അപ്പോൾ അത് മേടിച്ചിട്ടാണ് ഞാൻ ഒന്ന് മാറി നിന്നത് കേട്ടോ. അപ്പം ഞാൻ ഈ പുസ്തകം വാങ്ങണം, നമ്മൾ പഠിക്കണം. പക്ഷെ എനിക്ക് ഇംഗ്ലീഷ് അറിയില്ലെങ്കിലും ഒരുപാട് അധ്യാപകന്മാരെ ഞാൻ സൃഷ്ടിച്ചിട്ടുണ്ട്. 8ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും തോറ്റുപോയ, അവർ കൽപ്പണിക്കാരായ, ബേക്കറി പണിക്കാരായ ഒരുപാട് ആളുകളെ ഞാൻ വലിയ ആളുകളാക്കി മാറ്റിയിട്ടുണ്ട്, ഡോക്ടർമാരാക്കിയിട്ടുണ്ട്. ഞാൻ ജോലി ചെയ്യുന്ന എടവണ്ണപ്പാറയിലുണ്ട് മുഹമ്മദ് അലി ശിഹാബ്, മുക്കം ഓർഫനേജിലെ സന്തതി. എൻ്റെ അടുക്കൽ വന്നിട്ട് LD ക്ലർക്ക് പരീക്ഷ പാസ്സായിട്ടുണ്ട്, ഞാൻ ജോലിക്ക് പോകുകയാണ് എന്ന് പറഞ്ഞപ്പോൾ നോ എന്ന് പറഞ്ഞു ഞാൻ അദ്ദേഹത്തോട്. ഞാൻ ആ മഹലിലെ ഖത്തീബാണ്, 15 വർഷമായിട്ട് നോ, നീ IAS കാരനാകണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതെനിക്ക് കിട്ടുമോ? സൂറത്തുൽ ഫത്തഹ് നീ ഓതണം എന്ന് അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഓതി IAS കാരനായി, ജാർഖണ്ഡിൽ സബ് കളക്ടറായി മാറി. ഇപ്പോൾ അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയുടെ അഡീഷണൽ സെക്രട്ടറിയുടെ പോസ്റ്റിലേക്ക് എത്തിയ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പ്രതിഭകൾക്ക് പ്രോത്സാഹനം നൽകിയിട്ടുണ്ട്. അങ്ങനെ ആ പുസ്തകം ഞാൻ വാങ്ങി. ആ പുസ്തകത്തിൽ എന്താണെന്ന് എൻ്റെ മകനോട് ഞാൻ വായിക്കാൻ പറഞ്ഞു. അദ്ദേഹം 1ാം സ്ഥാനം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകാനുള്ള കാരണം പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്. ഞാൻ ഒരുപാട് ആളുകളെ കുറിച്ച് പഠിച്ചു മനസ്സിലാക്കി. അവരൊക്കെ ഉന്നതങ്ങളിൽ എത്തിയപ്പോൾ അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ, അവരെ സഹായിക്കാൻ ആളുകളുണ്ടായിരുന്നു. രാജകീയ പ്രൗഢിയിൽ ജീവിച്ചവരായിരുന്നു. അവർക്കൊരുപാട് പുസ്തകശാലകളുണ്ടായിരുന്നു, ഒരുപാട് അനുകൂലമായ സാഹചര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ മുത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിശുദ്ധ മക്കയിൽ അനുകൂലമായ ഒരു സാഹചര്യവും ഉണ്ടായിരുന്നില്ല. യതീമായി വളർന്ന ഒരു കുഞ്ഞ്, അവിടെ ജീവിച്ച ഒരു കുഞ്ഞ്, ആ മദ്യവും മയക്കുമരുന്നും ലഹരിക്കും അടിമപ്പെട്ട് പരസ്പരം വിദ്വേഷത്തിലും പരസ്പരം അക്രമത്തിലും പരസ്പരം പോരാട്ടത്തിലുമൊക്കെ കഴിഞ്ഞിരുന്ന ഒരു സമൂഹം. ജീവിച്ച കുട്ടി പെൺകുഞ്ഞാണെങ്കിൽ ജീവനോടെ കുഴിച്ചു മൂടുന്ന ഒരു വിഭാഗം ജനത. ഇങ്ങനെയുള്ള പ്രതികൂലമായ സാഹചര്യത്തിൽ ഒരു 40കാരൻ പ്രവാചകരായി വന്ന് അവരെ മാറ്റി, അവരെ സ്നേഹത്തിന്റെ, സൗഹൃദത്തിന്റെ രക്തരഹിത വിപ്ലവത്തിലൂടെ 62 രാഷ്ട്രങ്ങളിൽ പരിശുദ്ധ ഇസ്ലാമിന്റെ സന്ദേശം സമർപ്പിക്കുക മാത്രമല്ല, 1400 വർഷങ്ങൾക്ക് മുമ്പ് വഫാത്തായ ഒരു നേതാവ്, ആ നേതാവിന്റെ സന്ദേശം ഇന്ന് ലോകം അംഗീകരിച്ചു കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞുപോയ ഒരു കാലഘട്ടത്തിലും ഓരോ പരിഷ്കർത്താക്കൾ വരുമ്പോൾ അവർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലും പിന്നീടുള്ള കാലഘട്ടത്തിലും മാത്രമാണ് അവരുടെ സന്ദേശങ്ങൾ നിറഞ്ഞു നിന്നിരുന്നുവെങ്കിൽ കാലാന്തരേണ അതൊക്കെ നാമാവശേഷമായിട്ടുണ്ടെങ്കിൽ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശത്തിന് ഇപ്പോഴും മാറ്റമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഈ പുസ്തകത്തിൽ 1ാം സ്ഥാനം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഞാൻ നൽകുന്നു എന്ന് അദ്ദേഹം എഴുതിയത് ഈ ഉൽബുദ്ധ സദസ്സിന്റെ മുമ്പിൽ ഞാൻ സമർപ്പിക്കുകയാണ്. അതാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരുണ്യമല്ലേ? ചെന്നൈയിൽ പ്രളയമുണ്ടായില്ലേ? അവിടെ പാണക്കാട് കുടുംബത്തിലെ കണ്ണിലുണ്ണികൾ പോയില്ലേ? ആശ്വാസത്തിന്റെ വാക്കുകൾ നൽകിയില്ലേ? സമാധാനത്തിന്റെ വാക്കുകൾ നൽകിയില്ലേ? ലക്ഷ്യം കാണാതെ വീടില്ലാതെ വിഷമിക്കുന്ന സമയത്ത് ഹൈന്ദവ സഹോദരന്മാർ പള്ളിയിലേക്ക് കൊണ്ടുവന്നിട്ട് പള്ളിയുടെ ചെരുവിൽ ഇടത്താവളമാക്കി കൊടുത്തില്ലേ? അവിടുത്തെ മുസ്ലിം സമൂഹം ചെയ്തില്ലേ? മിനയിൽ കരളയിപ്പിക്കുന്ന സംഭവം ഉണ്ടായപ്പോൾ, ക്രൈൻ അപകടമുണ്ടായപ്പോൾ, നമ്മുടെ രാജ്യത്തിലുള്ള ഒരു ഉത്തരവാദപ്പെട്ട മന്ത്രി അടക്കമുള്ള ആളുകൾ ആഹ്ലാദിച്ചപ്പോൾ, പൊട്ടിച്ചിരിച്ചപ്പോൾ, പ്രിയപ്പെട്ടവരെ, പൊട്ടിക്കരയാൻ കണ്ണീര് നയാഗ്ര വെള്ളച്ചാട്ടം പോലെ ഉണ്ടായിരുന്ന സമുദായം അത് നാം പഠിച്ചത് ഒരു സർവകലാശാലയിൽ നിന്ന്. ഏത് സർവകലാശാല? കോൺക്രീറ്റ് കാർഡുകളില്ലെവിടെ? കോൺക്രീറ്റ് കാർഡുകളില്ലെവിടെ? ശീതീകരിച്ച റൂമുകളില്ലെവിടെ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സഹാബാ കിറാം പഠിച്ചു. ആ സഹാബാ കിറാമിൽ നിന്നും താബിഈങ്ങൾ പഠിച്ചു. അവരിൽ നിന്നും നമ്മുടെ പൂർവിക സൂരികൾ നമുക്ക് സമർപ്പിച്ചു തന്നു. അതെ, അത് നാം ഉൾക്കൊണ്ടു.
സ്നേഹം പഠിച്ചു, സൗഹൃദം പഠിച്ചു, സഹിഷ്ണുത പഠിച്ചു. പാണക്കാട് വെച്ച് നടന്ന സൗഹൃദ സമ്മേളനം, ആ സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷകൻ ഡി ജി പി ഡോക്ടർ അലക്സാണ്ടർ ആയിരുന്നു. അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ പോലീസുകാർ ശവശരീരം കാണുമ്പോൾ തൊപ്പി അഴിക്കാറുണ്ട്. ഇത് ഞങ്ങൾ പഠിച്ചത് പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നാണ്. ഞങ്ങൾ സ്നേഹം പഠിച്ചത്, പട്ടാളത്തിൻ്റെ ഘടനയെ പറ്റി പഠിച്ചത്, പട്ടാളത്തിന് വിവിധ പേരുകൾ നൽകണം എന്ന് പഠിച്ചത്, എങ്ങനെ ചിട്ടപ്പെടുത്തണം എന്ന് പഠിച്ചത്, അതൊക്കെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നാണ്. പ്രസംഗം കഴിഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തുണ്ടായിരുന്നു. പാണക്കാട് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ ശ്രോതാവായി ചെന്ന എന്നെ വേദിയിലേക്ക് കയറ്റി. എന്നെ അവിടെ ഇരുത്തിയപ്പോൾ എനിക്ക് DGP ഡോക്ടർ അലക്സാണ്ടർ സാറിൻ്റെ അടുത്താണ് ഇരിപ്പിടം കിട്ടിയത്. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താണ് ഈ സമുദായത്തിന് അനുകൂലമായി പ്രസംഗിക്കുന്നത്? എല്ലാവരും ഈ സമുദായത്തെ അധാർമികാരികൾ എന്ന് പറയുമ്പോൾ, എല്ലാവരും ഈ സമുദായത്തെ അക്രമകാരികൾ എന്ന് പറയുമ്പോൾ, എല്ലാവരും ഈ സമുദായത്തെ ഭീകരവാദികൾ എന്ന് പറയുമ്പോൾ, ഈ സമുദായത്തിന് സപ്പോർട്ട് ചെയ്യൽ അത് അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ, ക്രിസ്ത്യാനിയായ ഞാൻ, ഈ സമുദായത്തിന് സപ്പോർട്ട് ചെയ്യാൻ മുന്നോട്ട് വന്നത് എന്ന് അദ്ദേഹം പറഞ്ഞതും ഈ സന്ദർഭത്തിൽ ഞാൻ ഓർത്തുപോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന പരിശുദ്ധ ദീനിൻ്റെ പ്രബോധകരായിട്ട് നാം മാറണം. ആരാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം? ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീയീൻ. എഴുത്തും വായനയും അറിയാത്തവരിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ചു റസൂലൻ മിൻഹും, അവരിൽ നിന്നും ഒരു റസൂലിനെ. യത്ലു അലൈഹിം, അവരുടെ മേൽ അദ്ദേഹം ഓതിക്കൊടുക്കുന്നു, ആയാത്തിഹി, അവൻ്റെ ദൃഷ്ടാന്തങ്ങളെ ഓതിക്കൊടുക്കുകയാണ്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയാണ്. നമ്മുടെ മഹാന്മാരായ സമസ്തയുടെ ഉസ്താദുമാർ മദ്രസ സംവിധാനം ഒരുക്കിയിട്ട് 2ാം ക്ലാസ് മുതൽ അവർക്ക് ഓതി പഠിപ്പിക്കുകയാണ്. അർത്ഥം പഠിപ്പിക്കുന്നത് കുറച്ച് കഴിഞ്ഞിട്ടാണ്, ആദ്യം തന്നെ അർത്ഥം പഠിപ്പിക്കുന്നില്ല. യത്ലു അലൈഹിം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തത്. ഇന്നും വിശുദ്ധ മദീനയിലും മക്കയിലും ചെന്നു കഴിഞ്ഞാൽ അവിടെ ചെറിയ കുട്ടികൾക്ക് ഓതിക്കൊടുക്കുന്നത് കണ്ടിട്ടില്ലേ? പാരമ്പര്യത്തിന്റെ അടയാളം. ആ പാരമ്പര്യത്തിന്റെ അടയാളം ഇന്നും എന്നും നിലനിർത്തുന്ന അവരെ സംസ്കരിച്ചെടുക്കുകയും ചെയ്യുന്നു. സംസ്കരിച്ചെടുക്കുക, തസ്കിയത്ത് നടത്തുക. വയുഅല്ലിമുഹുമുൽ കിതാബ, തസ്കിയത്ത് നടത്തി, സംസ്കരിച്ചു. വിശുദ്ധ ഖുർആനിനെ അവർക്ക് പഠിപ്പിച്ചു. വൽ ഹിക്മത, അതെ, മറ്റു വിജ്ഞാനങ്ങളെയും സുന്നത്തായ ഹദീസുകളെയും സുന്നത്തിനെയും പഠിപ്പിച്ചു. വഇൻകാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ, തീർച്ചയായിട്ടും മുമ്പ് അവർ വിഴപിഴിച്ചവരായിരുന്നു. വആഖരീന മിൻഹും ലമ്മാ യൽഹഖൂ ബിഹിം, അവരിലേക്ക് എത്താത്തവരിലേക്കും നിയോഗിക്കപ്പെട്ട പ്രവാചകർ മുത്തുനബിന്റെ കാലഘട്ടത്തിലുള്ളവർക്ക് മാത്രമല്ല, മുത്തുനബിക്ക് ശേഷമുള്ളവരിലേക്കും നിയോഗിക്കപ്പെട്ട പ്രവാചകരാണ്. വഹുവൽ അസീസുൽ ഹക്കീം, അല്ലാഹു സുബ്ഹാനഹു വ തആല യോഗ്യനാണ്, തന്ത്രജ്ഞനാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്ന പരിശുദ്ധ ദീൻ, ആ ദീനിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങളിൽ നമ്മുടെ ബഹുമാനപ്പെട്ട സമസ്തയുടെ ഉലമാക്കൾ നിറസാന്നിധ്യമായി നിലനിൽക്കുന്നു, നേതൃത്വം നൽകുന്നു. അവരൊക്കെ നമ്മെ വിട്ടുപിരിഞ്ഞത് അവരുടെ വീടുകളിൽ വെച്ചല്ല. ശൈഖുന കാളമ്പാടി ഉസ്താദ് വീട്ടിൽ നിന്നും ഇറങ്ങി പട്ടിക്കാട്ട് കോളേജിലേക്ക് വന്ന് ക്ലാസ് എടുക്കവേ കോളേജിൽ വിശ്രമിക്കുന്ന സമയത്ത് അസ്വസ്ഥബാധിതനായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വഫാത്തായി. മയ്യത്ത് പട്ടിക്കാട്ട് കോളേജിലേക്ക് കൊണ്ടുവന്നിട്ട് മഹാനവറുകൾ മയ്യത്താണ് വീട്ടിലേക്ക് കൊണ്ടുവന്നത്. അവരുടെ ജീവിതം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്ന ആ മാതൃകാപരമായ ജീവിതമായിരുന്നു. മൗലാന മാനു മുസ്ലിയാർ വഫാത്തായത് വീട്ടിൽ വെച്ചിട്ടല്ല, മുഅല്ലിം സമ്മേളനത്തിൽ ജനലക്ഷങ്ങളോട് സ്വാഗതം പറയാൻ വേണ്ടി ഒരുങ്ങവേ അസ്വസ്ഥതയുണ്ടായി. ശൈഖുനാക്ക് പത്രം പിടിച്ചിട്ട് തൻ്റെ അസ്വസ്ഥത ലോകജനത കാണരുത് എന്ന് ആഗ്രഹിച്ചു. അസ്വസ്ഥത കൂടി എഴുന്നേറ്റു. സദസ്സിലുള്ളവരോടെല്ലാം യാത്ര പറഞ്ഞു. സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ കയ്യിൽ എന്തോ ഏൽപ്പിക്കുന്നത് പോലെയുള്ള പ്രത്യേകമായ രീതിയിലുള്ള ഒരു ഏൽപ്പനയും നടത്തി. അതൊരു പാരമ്പര്യത്തിൻ്റെ ഏൽപ്പനയാണ്.
അങ്ങനെ മഹാനവർകൾ ഇതാ പോകുകയാണ്. ആംബുലൻസ് അവിടെയുണ്ട്. പതിവിന് വിപരീതമായി തോർത്തുമുണ്ട് തോളിലിട്ടിട്ട് വീട്ടിൽ നിന്നും തിരിച്ച മഹാൻ തൻ്റെ ഷെയ്ഖ് ചാപ്പനങ്ങാടി ബാപ്പ മുസ്ലിയാരുടെ ഖബർ സിയാറത്ത് ചെയ്തിട്ട് താൻ ഉണ്ടാക്കിയ ജനലക്ഷങ്ങളെ കാണാനും സ്വാഗതമോദാനും വന്ന മഹാൻ, ആ മഹാൻ വഫാത്തായി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയ ആ സംഭവം നമുക്കൊക്കെ അറിയുന്ന സംഗതിയാണ്. നമ്മുടെ പൂർവിക സൂരികൾ മരണം വരെ അവർ പരിശ്രമത്തിലായിരുന്നു. കണ്ണിയത്ത് ഉസ്താദായാലും ശംസുൽ ഉലമ തങ്ങളായാലും ബഹുമാനപ്പെട്ട കോട്ടുമല അബൂബക്കർ ഉസ്താദായാലും നാഷണൽ ഹോസ്പിറ്റലിൽ നിന്ന് ചികിത്സ കഴിഞ്ഞിട്ട് മഹാനായ ശൈഖുന കോട്ടുമല ഉസ്താദ് വീട്ടിലിരിക്കുമ്പോൾ സമാധാനമില്ല. അതേ പട്ടിക്കാട്ട് കോളേജിലേക്ക് പോകുകയാണ്. ബസ്സിലാണ് പോകുന്നത്. ഒരു ബസ്സിൽ കമ്പി പിടിച്ചിട്ട് മറ്റേ കയ്യിൽ ഇടത്തെ കയ്യിൽ മൂത്രത്തിൻ്റെ ട്യൂബ് ഇട്ടിട്ടുണ്ട്. അതും പിടിച്ചിട്ട് പട്ടിക്കാട്ട് കോളേജിലേക്ക് പോയിട്ട് ക്ലാസ് എടുക്കുമ്പോൾ ശിഷ്യഗണങ്ങൾ ചോദിക്കുന്നു, ഈ പ്രയാസം സഹിച്ച് അങ്ങെന്തിരിങ്ങോട്ട് വരുന്നു എന്ന് ചോദിച്ചപ്പോൾ, മക്കളെ സമാധാനമില്ല, സമാധാനമില്ല, നിങ്ങളുടെ സമയം നഷ്ടപ്പെടുന്നതിൽ എനിക്ക് ദുഃഖമുണ്ടെന്ന് പറഞ്ഞ കോട്ടുമല ഉസ്താദ്, ആ കോട്ടുമല ഉസ്താദിൻ്റെ ശിഷ്യൻ കാളമ്പാടി ഉസ്താദ് വഫാത്തിൻ്റെ സായം സദ്യയിൽ ശൈഖുനാ അലിക്കുട്ടി ഉസ്താദിനോട് പറയുന്നത്, അലിക്കുട്ടി ഉസ്താദെ, നിങ്ങൾ എനിക്ക് 10 മിനിറ്റ് സമയം കടം തരണം. സുലൈമാൻ ഫൈലി ഉസ്താദ് ചുങ്കത്തറിയോട് പറയുന്നു, 15 മിനിറ്റ് കടം തരണം. ഞാൻ കാരണമായിട്ട് എൻ്റെ മക്കൾക്ക് സമയം നഷ്ടപ്പെട്ടിട്ടുണ്ട്. മക്കളെ, നിങ്ങൾക്ക് എന്തിനാ ചായ കുടിക്കാൻ അരമണിക്കൂർ, കാമണിക്കൂർ പോരെ, നിങ്ങൾക്ക് വേണ്ടി എൻ്റെ സമയം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ക്ലാസ് എടുത്ത് അങ്ങനെ നമ്മെ വിട്ടുപിരിഞ്ഞ നേതാക്കന്മാരുടെ നാട്ടിക ഉസ്താദിൻ്റെ ജീവിക്കുമ്പോൾ ഭാര്യമാർ വിധവകളായ ശൈഖുന നാട്ടിക ഉസ്താദിനെ പോലെയുള്ള ആളുകളുടെ പ്രവർത്തകന്മാരാണ് നാം എന്നുള്ള കാര്യം മറന്നുപോകരുത്. അവർ കാണിച്ച വഴിയിലൂടെ സഞ്ചരിക്കുന്ന യഥാർത്ഥ സഞ്ചാരികളായിട്ട് നാം മാറേണ്ടതുണ്ട്. നമ്മുടെ സമ്മേളനം ആലപ്പുഴയിൽ വെച്ച് നടക്കുകയാണ്. ശക്തമായ രീതിയിലുള്ള ഒരു സമ്മേളനം അവിടെ നടക്കാൻ പോവുകയാണ്. പല ആളുകൾക്കും ഹാലിളകിക്കൊണ്ടിരിക്കുകയാണ്. നയാഗ്ര വെള്ളച്ചാട്ടം പോലെയുള്ള ഒരു സമൂഹത്തിൻ്റെ സഞ്ചാരം, കാസർകോട്ടേക്ക് പോയ സമൂഹം ആലപ്പുഴയിലേക്ക് വന്നിട്ട് ഒരു സംസ്ഥാനത്തിൻ്റെ 2 ഭാഗങ്ങളിലും ചരിത്രം സൃഷ്ടിക്കുന്ന ചരിത്രപരമായ സമ്മേളനം നടക്കാൻ പോകുമ്പോൾ ഈ വിശുദ്ധ മക്കയുടെ ചാരത്തുള്ള ജിദ്ദയിലുള്ള ആദം ബഹുമാനപ്പെട്ട ഹവ്വ റളിയല്ലാഹു തആല അൻഹയുടെ നാട്ടിൽ താമസിക്കുന്ന നമുക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. പ്രാർത്ഥിക്കുന്ന മനസ്സുകൾ, സഹായിക്കുന്ന മനസ്സുകൾ നമുക്കുണ്ടാകേണ്ടതുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്.